ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോയെ ഒരു വ്ളോഗായിട്ടൊന്നുമല്ല, അത്ര സന്തോഷമുള്ളൊരു വീഡിയോയും അല്ല. ഞങ്ങളുടെ പ്രദേശത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. 2018 കയറിയ വെള്ളത്തിനേക്കാളും കൂടുതൽ, നമ്മുടെ അവിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യം ഒത്തിരി ഏരിയയിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ മാത്രമാണ് ഈ വീഡിയോയെ ഇടുന്നത്. എടാ കുഞ്ഞായി, ഇത് കണ്ടോടാ, ഇതിനകത്തും ഉണ്ട്. ഇത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു കണ്ടമുണ്ട്. അവിടെ ഞങ്ങൾ വെള്ളം കയറിയപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണേ. അവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വെള്ളം കാണാനൊക്കെ ആയിട്ട്. ഒരു റബ്ബർ തോട്ടവും ഒരു കണ്ടവും കൂടെ ചേർന്നാണ്. അതിന് നടുക്കോടെ വഴിയുണ്ട്, അങ്ങോട്ട് ആൾക്കാർക്ക് പോകാനും വരാനും ഒക്കെ പറ്റും. എല്ലാവരും അതിലെ കൂടെ നടന്നു പോകുന്നുണ്ട്. വെള്ളം അത്യാവശ്യം ഉണ്ട് താനും. മതി, എനിക്ക് പേടിയാ. അറ്റോ, അവനിറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ നിൽക്കുന്നു നനി. ഇത് ഇത്രയും വെള്ളം എല്ലാ വർഷവും കയറുന്നല്ലേ ഏട്ടാ? എല്ലാ വർഷവും ഇത്രയും വെള്ളം കയറുന്നല്ലേ? നമ്മൾ ഇന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്രയും കയറിയിട്ടില്ലായിരുന്നു തോന്നുന്നല്ലോ. അവൻ ഇച്ചിരി നേരം അവിടെ നീ കളിക്കട്ടെ. എന്താ പോകുന്ന പോക്ക്. തിത്തേ വെച്ചൊന്ന് ഡാൻസ് കളിച്ചേ. ഡാൻസ് വെച്ചോണ്ട് ഇതേ മമ്മൂട്ടിയുടെ താത്തയാണോ അത്? ഒരു തോർത്തെടുത്തില്ല കയ്യില്. അയ്യോ, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അപ്പടി വെള്ളം ആട്ടണേ. ഉടുപ്പൊക്കെ നനയും. ഉടുപ്പ് നനയും കുഞ്ഞയ്യേ. നീ നനയെങ്കിൽ പോയേച്ചാ മതി അങ്ങോട്ട്. കൊട നൂർത്ത് വെച്ചോ, മഴ നനയും. കൊടയെ അതും കൂടെ കൂട്ടി കെട്ടിപ്പിടിക്കുക വെച്ച്. ഉടുപ്പും കൊടയും കൂടെ കൂട്ടി അങ്ങനെ കെട്ടിപ്പിടിക്കുക. അങ്ങനെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ ചുമ്മാ ഒന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങണമെന്ന് അവളൊരു ആഗ്രഹം പറഞ്ഞപ്പം അവിടം വരെ ഒന്ന് ഏട്ടനൊന്ന് കൂട്ടി കൊണ്ടുപോയിട്ട് വന്നതാണ്. പേടിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇറക്കിയത്. അല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തിൽ ഇറക്കിക്കൊണ്ട് പോകത്തില്ല. അധികം ആൾക്കാരൊക്കെ അതിലൊക്കെ പോകുന്നൊക്കെ ആയതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് പോയത്. ഇറങ്ങില്ല, പിന്നെ അധികം തന്നെ താമസിക്കാതെ അവിടം വരെ പോയിട്ട് തിരിച്ച് പോന്നു. ഇതുപോലെ ഒരു വെള്ളപ്പൊക്കം ഞാൻ കാണുന്നത് ദേവൂട്ടന് ഉണ്ടാകാറായ സമയത്തായിരുന്നു. 2018. ദേവൂട്ടൻ ഉണ്ടാകുന്ന 2018. ആ ഒരു സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ നന്നായിട്ട് വെള്ളപ്പൊക്കമുള്ള ഒരു വർഷമായിരുന്നത്. ഈ വെള്ളത്തിനകത്ത് ഒത്തിരി വിരകളുണ്ടായിരുന്നു. പിന്നെ തോട്ടപ്പുഴുണ്ട്, ഈ കണ്ണട്ടാന്നൊക്കെ പറയുന്ന സാധനം, അതൊക്കെയുണ്ട്. അത് കടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പിടിച്ചിരിക്കും. പിന്നെ ഉപ്പിട്ടാലേ പോകത്തുള്ളൂ. ഒത്തിരി ചോര നമ്മുടെ ഇത് കുടിക്കും. അത് കാരണം തോട്ടപ്പുഴൊക്കെ ഉള്ളതുകൊണ്ട് ഏട്ടനത് ഒത്തിരി ദൂരം കൊണ്ടുപോയില്ലെങ്കിൽ കയറ്റിക്കൊണ്ട് പോരാൻ പറഞ്ഞു. വെള്ളം അതിനകത്തൊന്നും അധികം നമ്മൾ കൈയിട്ടടിക്കാതിരിക്കുന്നതാണ് നല്ലത്. എവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണെന്ന് അറിയത്തില്ല. അവിടെ എല്ലാം പ്ലാസ്റ്റിക്കും അതും ഇതും എല്ലാം കിടപ്പുണ്ട്. കുഞ്ഞ്, പക്ഷെ അത് രോമം പോകത്തൊന്നുമില്ല. കടിച്ച് അവിടെ ഇരിക്കും. അത് പിന്നെ വിടാൻ ഭയങ്കര പാടാ. അതാ പറഞ്ഞത്. എല്ലാം കയ്യേറെ കലയിലെല്ലാം ഉണ്ടോന്നൊക്കെ നോക്കി.
അത് ഭയങ്കര കുഞ്ഞല്ലേ ഏട്ടനെ ആദ്യമേ. ചിത്തുക്കുട്ടിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അല്ല ശകലായിട്ട്. അപ്പൊ അതമ്മ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. അത് വെള്ളം കയറിയോ? എന്നാ ചെയ്യും നമ്മള്? ആ അപ്പടി വെള്ളം കയറി പോന്നാ എന്നാ ചെയ്യും? അച്ചോടി ചോദിച്ചേ എന്നാ ചെയ്യുന്ന? അച്ചോടി ചോദിച്ചേ, ചിത്തുക്കുട്ടിന് ഇങ്ങനെ ചോദിച്ചേ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചേ. അയ്യോ, വല്ലാത്ത ആഗ്രഹമാണ് കുഞ്ഞുങ്ങളുടെ ആഗ്രഹം. പലയിടത്തും വെള്ളമൊക്കെ കയറി ഓരോരുത്തർ കിടന്ന് കഷ്ടപ്പെടുക. ഒന്നോടെ ഒന്ന് അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും പോകുന്ന വഴിയാണത്. ഇപ്പോൾ കുറേ ചേട്ടന്മാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആ വഴിയുള്ളതായതുകൊണ്ട് ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പം അതുവഴി വന്നൊരു ചേട്ടൻ്റെ കാലിൽ തോട്ടപ്പുഴു ഉണ്ടായിരുന്നു. കടിക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ആ ചേട്ടൻ പെട്ടെന്ന് അത് തട്ടിക്കളഞ്ഞു. ഇതുകൊണ്ടോ അതാ പോകുന്നതാണ് തോട്ടപ്പുഴു അല്ലേ, കണ്ണട്ടാന്ന് പറയുന്ന സാധനം. അത് ചോര കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വീർത്ത് വരും. അത് കടിക്കുന്നത് അങ്ങ് അറിയത്തില്ല. കടിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചൊറിയാനായിട്ട് വരും. ഈ ചേട്ടന്മാർ പറയുകയാണത് കണ്ണട്ട കടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്. ഈ വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് കണ്ണട്ട കടിച്ചിട്ടുണ്ടെങ്കിൽ കാലെ കടിക്കുന്നത് നല്ലതാണെന്ന്. ആർക്കറിയാം സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ തോടൊക്കെ നിറഞ്ഞ് ഒഴുകിയത് കണ്ടോ? ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പോകുമ്പോഴത്തേക്ക് ആ കണ്ടത്തിന് സൈഡിലായിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വീടുകളുടെ മുക്കാൽ ഭാഗത്തോളം വെള്ളം കയറിയിട്ടുണ്ട്. ഇതുപോലെ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയേക്കുന്ന വീടുകളുള്ള വീട്ടുകാരൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുകളായിരിക്കും അനുഭവിക്കുന്നത്. കണ്ടിട്ട് തന്നെ നമുക്ക് സങ്കടം വരുന്നു. ഈ നിർത്താതെ പെയ്യുന്ന മഴ വേഗം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളം കയറിയെടുത്ത് വെള്ളമൊക്കെ പെട്ടെന്ന് ഇറങ്ങട്ടെ.